ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് റീൽസ് കണ്ട്, അതായത് നമ്മളെ വയനാട്ടിലെ ദുരന്തം, അതായത് ഉറ്റവരും ഉടയവരൊക്കെ പോയിട്ടൊരു കുറച്ചൊരു ഏജ് ഒരാൾ കരഞ്ഞ് ഹൃദയം പൊട്ടി കരയുന്നൊരു രംഗം ഞാൻ കണ്ടു. ആ ഒരു വീഡിയോക്ക് ഒരു പയ്യൻ വന്നിട്ട് ചിരിക്കണൊരു രംഗമുണ്ട്. ഇവനൊക്കെ എന്താ പറയുക, ഇവനൊക്കെ ഓന് ആഹ്ലാദിച്ച് ചിരിക്കുമ്പോൾ, കാരണം കേരളം മൊത്തം കരഞ്ഞ് നെഞ്ഞു പൊട്ടിയ സമയത്ത് ഇവൻ ചിരിക്കണൊരു ചിരിയുണ്ട്. എന്താണ് അതിനൊക്കെ പറയുമ്പോൾ, എന്തൊരു ഭയങ്കര നമ്മൾ മനസ്സും ശരീരം ഒരുപോലെ സന്തോഷിച്ചിരിക്കുമല്ലോ. ആ ഒരു രംഗമാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടതാകുമ്പോൾ. ഇവനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? ശരിക്കും നമുക്ക് എന്തോ നെഞ്ഞൊക്കെ എന്തൊക്കെയോ ഒരായ അവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇതേമാതിരി അട്ടഹസിച്ച് ചിരിക്കാനും ഇങ്ങനത്തെ ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇടാൻ പറ്റുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവനൊക്കെ തന്നെ മനുഷ്യനായി കൂടാൻ പറ്റുമ്പോൾ എനിക്കറിയില്ല ഇവനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. അവൻ്റെ ചിരിയും അവൻ്റെ കളിയും, അതായത് ഉറ്റവരും ഉടയവരൊക്കെ പോയി അവർ സങ്കടം പറയുന്നൊരു രംഗണമ്പോൾ അതിൽ ഇവനക്ക് ഇങ്ങനെ ചിരിച്ച് ആഹ്ലാദിച്ച് ഓനക്ക് എന്തോ ഒരു സന്തോഷം കിട്ടിയമാർക്ക്. ഓനക്ക് എന്താ വെള്ളിയാഴ്ചയും വലിയ ഒരുമിച്ച് വരുന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതേമാർക്ക് അവൻ്റെ സന്തോഷം കണ്ടാൽ എന്താണ് ഇവനക്ക് എന്താ ചെയ്യേണ്ടിയപ്പോൾ? അവൻ്റെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അവനക്ക് എന്തോ നിധി കിട്ടിയെന്ന്. അത്ര വലിയ ഹാപ്പിയാണ് അവന്. ഈ പ്രശ്നത്തിൽ കേരളം മൊത്തം സങ്കടം ടെൻഷനായി നിൽക്കുമ്പോൾ നെഞ്ഞൊരുക്കി നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ചിരിയും കളിയൊക്കെ ഉണ്ടല്ലോ. എന്താപ്പോൾ പറയാം ഇവനോട്? എന്താണ് ഇവനൊക്കെ ഇങ്ങലായിപ്പോ ഞാൻ ആലോചിക്കണേ. എന്താണ് മനുഷ്യർ ഇങ്ങനെയാകുമ്പോൾ? ആൾക്കാരെ കുറ്റം പറയാൻ ഇവനും മതിയാകുമ്പോൾ, ആൾക്കാർ മൊത്തം വയനാടിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇവനൊക്കെ എന്താ പറയുക, ഇവനൊന്നും പറയാനൊന്നും ഇല്ലാകുമ്പോൾ എനിക്ക് എന്ത് ജന്മാണുമ്പോൾ, എന്ത് ജന്മാണ്? എന്താണ് ഇവൻ്റെയൊക്കെ ഹാലെന്താണ്? ഇവൻ ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? മനുഷ്യരായി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഉള്ളിലൊരു ഒരു ഒരു കടുകുമണിൻ്റെ അത്ര സ്നേഹം കരുതൽ ഉണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല എന്ന അവസ്ഥ. ഇവനൊക്കെ പേടിക്കണം ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനത്തെ, അതായത് ഇത്രയും ജനങ്ങൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചിരിയും കളിയൊക്കെ കളിക്കുന്ന ഒരാളെ ശരിക്കും നമ്മൾ പേടിക്കണം. അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവൻ എന്തും ചെയ്യും. അങ്ങനത്തോളൊക്കെ നമ്മൾ ശരിക്കും പേടിക്കന്നെ വേണമ്പോൾ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാകുമ്പം ഇത്രയും പ്രശ്നം, എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് കേരളം മൊത്തം ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ്, വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ. ആ ഒരു വീഡിയോക്ക് തന്നെ താഴെ പോയിട്ട് ചിരിക്കണ, എന്താ പറയുക, അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് തന്നെ ഇതേമാതിരിക്ക് ഒരു സ്ത്രീ മുലയൂട്ടാൻ താല്പര്യമുണ്ട് എന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പ്രസവിച്ച കുട്ടികളെ മുലയൂട്ടാൻ താല്പര്യമുണ്ട് എന്നിട്ട് ഒരു വീഡിയോ ഇട്ട്, അതിൻ്റെ താഴത്തുള്ള കമൻറ്റ് ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ താഴത്ത് എന്തൊക്കെയോ വൃത്തികെട്ട കമൻറ്റാണ് പറയുന്നത്. അവരും എന്താ പറയുക, ഇവരെയൊക്കെ ഒരു മനുഷ്യത്വമില്ലാത്തവർ, അല്ലാത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. അവരെ വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമ്പോൾ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണപ്പോൾ. ഒരു കൂട്ടം ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് രാവിലെ പകലുള്ള കഠിന ശ്രമം നടത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക അശ്ലീല കമൻറ്റുകളും പൊട്ടിച്ചിരികളും, എന്ത് പറയാൻ, ഇതൊക്കെ എന്ന് നന്നാവും ഇവരൊക്കെ? ഇവർ നന്നാവും എനിക്കൊരു പ്രതീക്ഷയില്ലാകുമ്പോൾ, ഇവർ നന്നാക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയില്ലാകുമ്പോൾ പിന്നെ നമുക്ക് കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ വന്ന്